NTSC 2017 സാറ്റ് സെക്ഷനിലെ ഫിസിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൽ PQ എന്നീ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? The potential difference between the points P and Q for the given network is, നമുക്കിവിടെ 6 ohm തന്നിട്ടുണ്ട്, ഇവിടെ 6 ohm തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് കണക്ഷൻ ഈസ് സീരീസ് ആൻഡ് നോട്ട് പാരലൽ കണക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാരലൽ കണക്ഷനിൽ നമ്മൾ ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വി ക്യാൻ ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യണമെങ്കിൽ R ഈസ് ഈക്വൽ ടു നമുക്ക് യൂസ് ചെയ്യാം R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പറയും R1 R2 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 6 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 വരും. 6 പ്ലസ് 6 12, 6 2 ക്യാൻസൽ. ദിസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 3 വരും. ആൻഡ് ദിസ് 3യും ഇതേമാതിരി നമ്മൾ വീണ്ടും കണക്ട് ചെയ്താൽ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ആണല്ലോ. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 വരും. 3 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 വരുമ്പോൾ 3 ക്യാൻസൽ, 3/2 ഈസ് ഈക്വൽ ടു 1.5 ഓം വരും. ദിസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 1.5 ഓം കിട്ടും. 1.5 ഓം ഇവിടെ 2.5 ഓം ഉണ്ട്. 1.5 ഓം 2.5 ഓം സീരീസിൽ വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു 4 ഓം വരും. 4 ഓം. ദെൻ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. 2 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R കൊടുത്തു കഴിഞ്ഞാൽ 2 ആംപിയർ ഇൻറ്റു 4 ഇറ്റ് ഈസ് 8 വോൾട്ടാണ്. കറക്റ്റായിട്ട് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാസിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഭൂമിയിൽ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാമാണ്. ഒരു വസ്തുവിൻ്റെ മാസ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കാം. മാസ് ഒരു അടിസ്ഥാന അളവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാസ് ഈസ് ഫാൾസ്? മാസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് എനി പ്ലേസ് ഓൺ ദി എർത്ത്. ഇതൊരു ശരിയായ പ്രസ്താവനയാണ്. മാസ് പ്രപഞ്ചത്തിൽ എവിടെ പോയാലും, എർത്തിൽ മാത്രമല്ല എവിടെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. SI യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. ഇത് റൈറ്റ് ആൻസറാണ്. മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് മാസ് അളക്കാൻ കഴിയില്ല. വെയിറ്റ് ആണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കാൻ കഴിയുള്ളൂ. മാസ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. മാസ് ഒരു അടിസ്ഥാന അളവാണ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ഇത് പ്രസ്താവന തെറ്റാണ്. വിശിഷ്ട താപധാരിതയുടെ SI യൂണിറ്റ് എന്താണ്? The SI unit of specific heat capacity of a substance is. വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് എനർജി ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. ഹീറ്റ് എനർജി ഡിവൈഡ് ബൈ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഹീറ്റ് എനർജീൻ്റെ ഇക്വേഷൻ എനർജീൻ്റെ യൂണിറ്റ് ജൂൾ വരും. ഡിവൈഡ് ബൈ മാസിൻ്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആകുമ്പോൾ കെൽവിൻ വരും. ദെൻ ജൂള് കിലോഗ്രാം മോളിക്ക് വരുമ്പോൾ kg⁻⁻1, കെൽവിൻ മോളിക്ക് വരുമ്പോൾ Kelvin⁻⁻1. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അടുത്തത്, ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറി കോയിലിലെയും സെക്കൻഡറി കോയിലിലെയും ചുറ്റുകളുടെ എണ്ണം യഥാക്രമം 5ഉം 4ഉമാണ്. പ്രൈമറി കോയിലിൽ 240 വോൾട്ട് നൽകിയാൽ പ്രൈമറി കോയിലിൻ്റെയും സെക്കൻഡറി കോയിലിൻ്റെയും കറണ്ടിൻ്റെ അനുപാതം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇൻ എ ട്രാൻസ്ഫോമർ, ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ ആർ 5 and 4 റെസ്പെക്റ്റീവ്ലി. 240 വോൾട്ട് ഈസ് അപ്ലൈഡ് ഇൻ ദ പ്രൈമറി കോയിൽ ആൻഡ് ദ റേഷ്യോ ഓഫ് കറണ്ട് ഇൻ പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ ഈസ് വാട്ട്? പ്രൈമറി കോയിലിലെ കറണ്ട് ദാറ്റ് ഈസ് IP ബൈ സെക്കൻഡറി കോയിലിലെ കറണ്ട് ദറ്റ് ഈസ് IS. നമുക്ക് വോൾട്ടുമായിട്ടുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ഇൻവേഴ്സ് റിലേഷനാണ്. ദറ്റ് ഈസ് VS ബൈ VP എന്നുള്ളതാണ് ഇതിൻ്റെ വോൾട്ട് റിലേഷൻ.
ഒപ്പം തന്നെ ഇത് ഡയറക്റ്റ് റിലേഷനാണ് NS/NP, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ. അപ്പോൾ IP/ISൻ്റെ അനുപാതം കാണാൻ ഈ വോൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കോയിൽ ബൈ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി കോയിൽ ഇതായി. നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കോയിലിൽ ഇവിടെ പറയുന്നുണ്ട് 4 ആണ്, പ്രൈമറി കോയിൽ 5 ആണ്. അപ്പോൾ കറണ്ട് IP/IS = 4/5 ആയിരിക്കും. ദറ്റ് ഈസ് കറക്റ്റ് ആൻസർ. 4:5 എന്നുള്ള ഇക്വേഷനാണ് ആൻസറാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഡയോഡ് ഫോർവേഡ് ബയസിൽ ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ട് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഐഡൻറ്റിഫൈ ദ സർക്യൂട്ട് ഇൻ വിച്ച് ദ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. ഈ സർക്യൂട്ടിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ് ഈ സർക്യൂട്ടിൽ ഫോർവേഡ് ബയസായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 ഗ്രാം മാസമുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രാരംഭ വേഗതയിൽ മുകളിലേക്ക് എറിയുന്നു. വസ്തു മുകളിലേക്ക് പോകുന്ന സമയം ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്താണ് എന്നാണ് ചോദ്യം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 100 gram ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് അറ്റ് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 5 meter per second. The work done by the force of gravity during the time that the particle goes up. Work done is equal to, that is a change in energy ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ദ ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് ഡൺ. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് പറഞ്ഞാൽ ½ mv1² മൈനസ് ½ mv2² ആണ്. വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ½ mv1² എന്ന് പറയുമ്പോൾ v1 is 0. ഇനീഷ്യലി ദ പാർട്ടിക്കിൾ അറ്റ് 0 വെലോസിറ്റി, അപ്പോൾ ഇത് 0 ആയിരിക്കും. മൈനസ് ½ m മാസ് എന്ന് പറഞ്ഞാൽ 100 gram ആണ്. 100 gram എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു കിലോഗ്രാമിലേക്കാണ്. കിലോഗ്രാമിലേക്ക് 10⁻³ ഇൻറ്റു v² is equal to 5² ആണ്. 5 meter per second square. 5 into 5. This calculation gives the answer 5 into 5 is equal to 25. 25, that is equal to 25 by 2 പറയുമ്പോൾ 12.5. 12.5 ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ that is equal to you get minus 1.25 minus 1.25 ജൂൾ എന്നുള്ള ആൻസർ കറക്റ്റാക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ ആൻസർ ഈസ് മൈനസ് 1.25 ജൂൾ. ആൻസർ മൈനസ് 1.25 ജൂൾ എന്നുള്ള ആൻസർ കറക്റ്റായിട്ട് എടുക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു പായ്വഞ്ചിയിൽ അതിൽ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഫാനിൽ നിന്ന് കാറ്റടിക്കുന്നു. വഞ്ചി നീങ്ങുന്നില്ല, ചുറ്റിക്കറങ്ങുന്നു. കാറ്റടിച്ച ദിശയിൽ നീങ്ങുന്നു, കാറ്റടിച്ചതിൻ്റെ എതിർ ദിശയിൽ നീങ്ങുന്നു. On a stationary sailboat, air is blown from a fan attached to the boat. The boat will be not move, spin around, move in the direction in which air is blown, move in the direction opposite to that into which air is blown. ഇവിടെ നമ്മൾ ഈ ബോട്ട് നീങ്ങുന്നില്ല എന്നുള്ള ആൻസറാണ് കറക്റ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതൊരു ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഇൻറ്റേർണൽ ഫോഴ്സ് കാൺട്ട് മൂവ് എ ബോഡി. പുറത്തു നിന്നുള്ളൊരു ബലത്തിന് മാത്രം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരു കപ്പലിൽ നിന്ന് താഴേക്ക് അയക്കുന്ന ശബ്ദത്തിൽ നിന്നുള്ള ശബ്ദ സിഗ്നലുകൾ 2 സെക്കൻഡിന് ശേഷം തിരികെ എത്തുന്നു. കടലിൻ്റെ ആഴം കണക്കാക്കുക. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗത 1.5 km/s തന്നിട്ടുണ്ട്. Sound signals were sent down from a ship. Return after 2 seconds. Find out the depth of the sea. If the speed of sounded water is 1.5 km/s. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. കപ്പലിൽ നിന്ന് താഴേക്ക് പോയിട്ട് 2 സെക്കൻഡ് കൊണ്ടാണ് ഈ സിഗ്നൽ തിരിച്ചു വരുന്നത്. അതായത് കപ്പലിൽ നിന്ന് ഈ സിഗ്നൽ താഴെ എത്താൻ എടുത്ത ടൈം 1 സെക്കൻഡാണ്. നമുക്കറിയാം 1 സെക്കൻഡ് കൊണ്ട് ഈ ശബ്ദ സിഗ്നലിൽ സഞ്ചരിച്ച് 1.5 km ആണ് സഞ്ചരിക്കാൻ കഴിയുക. ദർഫോർ 1.5 km ആണ് ഈ അടിത്തട്ടിൻ്റെ ആഴം എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം. ഭൂഗുരുത്വാകർഷണം ഇല്ലാത്ത ഒരു ഹാളിൽ ശൂന്യതയിൽ ഒരു ഐസ് ക്യൂബ് കെട്ടിയിട്ടിരിക്കുന്നു. ഐസ് ഉരുകുമ്പോൾ അത് ക്യൂബിക്കൽ ആകൃതി നിലനിർത്തും, ഗോളാകൃതിയിലേക്ക് മാറും,
ഹാളിൻ്റെ തറയിലേക്ക് വീഴും, ഉയർന്നു പൊങ്ങും. ആൻ ഐസ് ക്യൂബ് ഈസ് സസ്പെൻഡഡ് ഇൻ വാക്വം in a gravity-free hall. As the ice melts, it will retain its cubical shape, will change its shape into spherical, will fall down on the floor of the half of the hall, will fly up എന്നുള്ളതാണ് ഓപ്ഷൻ ആയി തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ദർ ഇസ് നോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടെ എടുക്കുന്ന ഫോഴ്സ് ഒരു സർഫസ് ടെൻഷൻ ഫോഴ്സ് മാത്രമാണ്, പ്രതലബലം മാത്രമാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. പ്രതലബലം ആക്റ്റീവ് ആയതോടുകൂടി പ്രതലബലമാണ് മഴത്തുള്ളികളെയൊക്കെ നമുക്കറിയാം ഗോളാകൃതിയായിട്ട് വാട്ടർ സർഫസിന് ഗോളാകൃതി കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ഗോളാകൃതിയിലേക്ക് മാറും എന്നുള്ളതാണ് ആൻസർ. അടുത്ത് സിൽക്ക് കൊണ്ട് ഉരസിയ ഗ്ലാസ് റോഡ് ഒരു ഇലക്ട്രോസ്കോപ്പിന് സമീപത്ത് വയ്ക്കുമ്പോൾ ദളങ്ങൾ പ്രേരണ മൂലമുള്ള നെഗറ്റീവ് ചാർജ് ക്രമീകരിക്കുന്നു. ദളങ്ങളിൽ ഒരു തരം ചാർജും പ്രേരണ ചെയ്യപ്പെടുന്നില്ല. പോസിറ്റീവ് ചാർജ് ഒരു ദളത്തിലും മറ്റേ ദളത്തിൽ നെഗറ്റീവ് ചാർജും പ്രേരണ ചെയ്യപ്പെടുന്നു. ദളങ്ങളിൽ പ്രേരണ മൂലമുള്ള പോസിറ്റീവ് ചാർജ് ക്രമീകരിക്കുന്നു. വെൻ എ ഗ്ലാസ് റോഡ് റബ്ഡ് വിത്ത് സിൽക്ക് ഈസ് ബ്രോഡ് നിയർ ദ ക്യാപ്പ് ഓഫ് ആൻ ഇലക്ട്രോസ്കോപ്പ്, ദെൻ the leaf has an induced negative charge. No charge is induced on the leaves. Positive charge is induced on the leaf and negative charge on the other leaf. The leaf has no induced positive charge. Then the leaf has an induced positive charge എന്നാണ്. ദളങ്ങളിൽ പ്രേരണ മൂലമുള്ള പോസിറ്റീവ് ചാർജ് ക്രമീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ സമവേഗം സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏതാണ്? When which one of the following graphs shows below represent uniform speed? ഫസ്റ്റ് ഗ്രാഫ് വന്നിട്ടുണ്ട് സമയം, ദൂരം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അതായത് ഡിസ്റ്റൻസ് ഈസ് സെയിം ഇൻ എവറി ടൈം, ഡിസ്റ്റൻസ് ഈസ് ടൈം. അതായത് ഇവിടെ നോട്ട് മോഷൻ, ഇവിടെ മോഷൻ നടക്കുന്നില്ല. ഏത് ടൈമിലും ഡിസ്റ്റൻസ് സെയിം ആണ്, ഡിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതല്ല. അടുത്തത് സമയം, പ്രവേഗം. ഇവിടെ പ്രവേഗം ചേഞ്ചാണ്, നോട്ട് ചേഞ്ച്. ഏത് സമയത്ത് നോക്കിയാലും ഒരേ പ്രവേഗമാണ്. അപ്പോൾ സമപ്രവേഗം എന്നുള്ള ഗ്രാഫ് ഒരേ പ്രവേഗത്തോട് സഞ്ചരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് അല്ല. ഈ ഗ്രാഫ് നമ്മളെപ്പോഴും പറയാറുള്ളത് എന്താണ്, മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തുവിൻ്റെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ഗ്രാഫ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അടുത്തത് ഒരേ ആരമുള്ള ഒരു ഇരുമ്പ് ബോളും ഒരു തടി ബോളും ശൂന്യതയിൽ എച്ച് ഉയരത്തിൽ നിന്ന് വീഴുന്നു. രണ്ട് തറയിലെത്തിനെടുക്കുന്ന സമയം എന്താണ്? ആൻ അയൺ ബോൾ ആൻഡ് എ വുഡൻ ബോൾ ഓഫ് സെയിം റേഡിയസ് ആർ റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് ഇൻ എ വാക്വം. ഒരു വാക്വത്തിലാണ്. ദ ടൈം ടേക്കൺ ബൈ ബോത്ത് ഓഫ് ദം റീച്ച് ദ ഗ്രൗണ്ട് ആർ. ഇത് തുല്യമാണ് എന്നുള്ളത് ആൻസർ. നമ്മൾ ഗലീലിയോ നടത്തിയ പരീക്ഷണമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ബോളും അതേപോലെ തന്നെ ഒരു തൂവലും ഈ പൈപ്പിലിട്ടുകൊണ്ട് ഇതിൽ എയർ നീക്കം ചെയ്ത് വാക്വം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ രണ്ടും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് കാണാം. അതുകൊണ്ട് തുല്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.